ഹൈ സ്റ്റുഡൻസ്, നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്കുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിലിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളെ റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റേറ്റിംഗ് മീൻസ് മെഷറിങ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ബൈ ജഡ്ജ്മെൻറ്റ് ഇൻ റേഞ്ച്. ഒരു സ്പെഷ്യൽ റേഞ്ച് നമുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു റേഞ്ച് ഉണ്ടാകും. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെയും നമ്മൾ റേറ്റ് ചെയ്യുവാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ മെഷറിങ് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ആറ്റിറ്റ്യൂഡ്സ്. ഒരു ക്യാരക്ടറിസ്റ്റിക്സോ ഒരു ആട്രിബ്യൂട്ടോ ഒക്കെ ഉള്ളപ്പം നമുക്കതിനെ അതൊരു ക്വാളിറ്റേറ്റീവ് ടേമിലുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഷുഡ് ചേഞ്ച് ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടേം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിംഗ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ ഹാസ് ടു റേറ്റ് എ ഗിവൺ മോഡൽ ഓഫ് ടി വി സെറ്റ് ആസ് ടു ഇറ്റ്സ് പെർഫോമൻസ്. അപ്പോൾ പെർഫോമൻസിൻ്റെ ബേസിസിൽ ഒരു ടി വി സെറ്റിന് റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കസ്റ്റമറിനോട് പറയുകയാണ്, വി ആർ ഫിക്സിങ് എ റേഞ്ച്, ഒരു 0 to 10 എന്ന് പറയുന്നൊരു റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്ത് അയാൾക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അയാൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇടുമ്പം അയാളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അത് ആ ഒരു ടി വിൻ്റെ പെർഫോമൻസിൻ്റെ ആ അട്രിബ്യൂട്ടിന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് വരികയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റേറ്റിംഗ് സ്കെയിൽ. ദെൻ അടുത്തത് ഡിക്കോട്ടോമസ് സ്കെയിലാണ്. ഇപ്പോൾ ഡിക്കോട്ടോമസ് സ്കെയിലിൽ നമുക്കറിയാം അവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച നോമിനൽ സ്കെയിലിംഗ് മെത്തേഡാണ് ഡിക്കോട്ടോമസ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ കാറ്റഗറി സ്കെയിൽ. കാറ്റഗറി സ്കെയിൽ എന്ന് പറയുമ്പോൾ യൂസ് മൾട്ടിപ്പിൾ ഐറ്റംസ് ടു ഡ്രോ ഔട്ട് എ സിംഗിൾ റെസ്പോൺസ്. ഇവിടെ MCQ ആണ്. അപ്പോൾ അതായത് ഡിക്കോട്ടോമസ് സ്കെയിലിൽ ആകെപ്പാടെ യെസ് ഓർ നോ എന്ന് പറയുന്ന 2 ഓപ്ഷൻ മാത്രമേ ഉണ്ടാകുള്ളൂ. കാറ്റഗറി സ്കെയിലിൽ അങ്ങനെയല്ല, ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ചോയ്സസ് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുവാണ്, വേർ ഡു യു റിസൈഡ് എന്നൊരു ക്വസ്റ്റിന് ഇവിടെ 3-4 എക്സാമ്പിൾസ് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം. അതാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ ലിക്കേർഡ് സ്കെയിൽ. മൂന്നാമത്തെയാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത് റെൻസസ് ലിക്കേർഡ് എന്ന് പറയുന്നൊരു അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ലിക്കേർഡ് സ്കെയിൽ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 5 സ്കെയിലായിട്ടാണ് നമ്മളിതിന് ആറ്റിറ്റ്യൂഡിനെയും പ്രിഫറൻസുകളെയൊക്കെ നമ്മൾ ഈ ആട്രിബ്യൂട്ട്സിനെ നമ്മളൊരു 5 point സ്കെയിലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. What is termed as summated instrument scale. It consists of a number of statements which expresses either a positive or negative attitude towards the object of interest. ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിനോടുള്ള നമ്മുടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതായത് നമ്മുടെ ഒരു ഒപ്പീനിയൻ ആണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകും. ആ സ്റ്റേറ്റ്മെൻറ്റുകളോടുള്ള ഓരോ റെസ്പോണ്ടൻറ്റിൻ്റെയും പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്ന ഒരു കേസും ഉണ്ടാകാം, സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുന്ന കേസും ഉണ്ടാകും. അതിൻ്റെ മിഡിലായിട്ട് ന്യൂട്രലായിട്ടും എഗ്രി ഡിസഗ്രി എന്ന് പറയുന്ന 3 കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. It is designed to measure the intensity in which an attitude is expressed. ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടെ നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എഗ്രി എന്ന് പറയുമ്പോഴും സ്ട്രോങ്ലി എഗ്രി എന്ന് പറയുമ്പോഴും രണ്ടും രണ്ടാണ്. അപ്പോൾ അതിന് രണ്ടിനും നമ്മൾ 2 റേറ്റിംഗ് ആണ് കൊടുക്കുക. സോ ദ റെസ്പോണ്ടൻറ്റ് ഇസ് ആസ്ക്ഡ് ടു എഗ്രി ഓർ ഡിസഗ്രി വിത്ത് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന 5 ഗ്രേഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി എഗ്രി, ഇൻഡിഫറൻറ്റ് ഓർ ന്യൂട്രൽ, ദെൻ ഡിസഗ്രി ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി. അപ്പോൾ അതൊരു 5 സ്കെയിലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിന് ന്യൂമറിക്കൽ വാല്യൂസ് എടുക്കുന്നു. ന്യൂട്രൽ ഓർ ഇൻഡിഫറൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. ദെൻ സ്ട്രോങ്ലി എഗ്രി എന്ന് പറയുന്നതിന് നമ്മൾ 2 എന്ന് കൊടുക്കുന്നു. എഗ്രി എന്ന് പറയുന്നതിന് 1 ആൻഡ് ഡിസഗ്രി എന്ന് പറയുന്നതിന് നമ്മൾ നെഗറ്റീവ് വാല്യൂ ആണ് കൊടുക്കുന്നത്. സ്ട്രോങ്ലി ഡിസഗ്രി -2. അങ്ങനെയാണ് ലിക്കേർഡ് സ്കെയിൽ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ലിക്കേർഡ് സ്കെയിൽ എങ്ങനെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യും? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളാണ് വേണ്ടത്. അതായത് നമ്മളൊരു റെസ്പോണ്ടൻറ്റിനോട് അയാളുടെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ അയാളുടെ ഒപ്പീനിയൻ അയാൾ ഡയറക്റ്റായിട്ട് നമ്മളോട് പറയുകയല്ല ചെയ്യുന്നത്. അതിനായിട്ടാണ് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു. അത് വെച്ചാണ് അയാളുടെ ഒപ്പീനിയൻ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലിക്കേർഡ് സ്കെയിൽ ഫസ്റ്റ് വി ആർ കളക്റ്റിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റുകളെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് വേർഡിങ് ചെയ്യുന്നു. ദെൻ പൈലറ്റ് സ്റ്റഡി, പ്രിലിമിനറി സ്റ്റഡി നടത്തുവാണ്. ദെൻ സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിംഗ് ആൻഡ് ഫൈനൽ സെലക്ഷൻ. ഫൈനലി നമ്മളത് സെലക്ട് ചെയ്യുവാണ്. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് എ ലിക്കേർഡ് സ്കെയിൽ. ഇതൊരു ലിക്കേർഡ് സ്കെയിലിൻ്റെ ഒരു മോഡലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ റെസ്പോണ്ടൻസിൻ്റെ ഒപ്പീനിയനാണ് നമ്മളിവിടെ
മാർക്ക് ചെയ്യുന്നത്. ഇഫ് ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫെൽസ്, ഫേംസ് വുഡ് റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദ ഫുഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയാളോട് ചോദിക്കുകയാണ്, റെസ്പോണ്ടനോട് നമ്മൾ ചോദിക്കുകയാണ്, റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ ഫുഡ് പ്രോഡക്ട്സിൻ്റെ പ്രൈസ് കുറയുമോ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ, റെസ്പോണ്ടൻസിന് എങ്ങനെ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം. സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറയുന്ന ഏത് ഒപ്പീനിയൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് സ്ട്രോങ്ലി എഗ്രിക്ക് നമ്മൾ എത്ര കൊടുക്കും, 2 എന്ന വാല്യൂ കൊടുക്കും. എഗ്രി 1, ന്യൂട്രൽ ഇസ് 0 ആണ്. ദെൻ ഡിസഗ്രി -1 ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി -2 ആണ്. then അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഒരുപാട് റെസ്പോണ്ടൻസ്, ഒരുപാട് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൈനലി ഒരു വാല്യൂയിലേക്ക് എത്തിയിട്ട് ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലിക്കേർട്ട് സ്കെയിൽ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പം ലിക്കേർട്ട് സ്കെയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരുമിച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ലിക്കേർട്ട് സ്കെയിലിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റുകൾ ഫോം ചെയ്തതിന് ശേഷം പിന്നെ നമുക്കത് ക്യാരി ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ടാസ്ക് ആണ്. ദെൻ കൺസിഡർ മോർ റിലയബിൾ ആണ്. ലിക്കേർട്ട് സ്കെയിൽ ഈസ് മോർ റിലയബിൾ. നമ്മൾ റിസർച്ചിലൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്, കോമൺലി യൂസ് ചെയ്യുന്നൊരു സ്കെയിലാണ് ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. So it is reliable. The scale permits the use of statement that is noticeably related to the attitude being studied. It can easily be used in respondent-centered and stimulus-centered studies. എല്ലാ രീതിയിലുള്ള സ്റ്റഡിയിലും നമുക്ക് ലിക്കേർട്ട് സ്കെയിൽ ഈസിലി യൂസ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ മാത്രമാണ് അതിൻ്റെ ഉള്ളിലൊരു ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത്. Then less time is required. Construction of the scale is less time consuming. So it is widely used by the researchers and research scholars. Okay, then we can see what are the limitations. അപ്പോൾ ലിക്കേർട്ട് സ്കെയിലിന് ലിമിറ്റേഷൻസും ഉണ്ട്. എന്താണത്? With the help of the scale, researcher is able to examine whether the respondents are more or less favorable to a topic, but it is not able to tell how much more or less they are. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്, അതായത് റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഫുഡ് പ്രോഡക്ട്സിൻ്റെ, ഫൈനൽ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് കുറയോ കൂടുമോ എന്നുള്ളൊരു ഒപ്പീനിയനിൽ റെസ്പോണ്ടൻറ്റ് നമ്മളോട് സ്ട്രോങ്ലി എഗ്രീന്നോ ഡിസഗ്രി എന്ന് പറയുന്ന അവരുടെ ഒപ്പീനിയൻ മാർക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്കത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒപ്പീനിയൻ സ്ട്രോങ്ലി എഗ്രി എന്ന് പറയുമ്പോൾ പോലും ആ സ്ട്രോങ്ലി എഗ്രീന് നമ്മൾ കൊടുക്കുന്നൊരു വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂയിലേക്ക് മാറ്റുന്നതാണ് 2 എന്ന് പറയുന്നത്. പക്ഷെ അത് അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ. അത് എല്ലാ ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെയും ലിമിറ്റേഷൻ തന്നെയാണ്. ക്വാളിറ്റേറ്റീവ് ഡേറ്റേനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലേക്ക് മാറ്റുമ്പോൾ അത് റിസർച്ചറുടെ ഇഷ്ടത്തിനാണ് അവിടെ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് എമൗണ്ടിൽ നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ദെൻ സെക്കൻഡ് വൺ, ദർ ഇസ് നോ bars to believe that the 5 position indicated on the scale are equally spaced. അപ്പം നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുക്കുന്നത് -2, -1, 0, 1, 2 എന്നാണെങ്കിൽ പോലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. 1 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് ബിഡിലെല്ലാം ഉള്ളത്. ഈക്വൽ ആണെങ്കിൽ പോലും ഇതിന് തമ്മിലുള്ള സ്പേസ്, അതായത് സ്ട്രോങ്ലി എഗ്രി എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് തമ്മിലുള്ള സ്പേസ് കോമൺ അല്ലെങ്കിൽ അത് സെയിം ആയിരിക്കണമെന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ തേർഡ് വൺ, ടോട്ടൽ സ്കോർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ റെസ്പോണ്ടൻസ് ഹാസ് ലിറ്റിൽ ക്ലിയർ മീനിങ് സിൻസ് എ ഗിവൻ ടോട്ടൽ സ്കോർ ക്യാൻ ബി സെക്യൂർഡ് ബൈ എ വെറൈറ്റി ഓഫ് ആൻസർ പാറ്റേൺ. നെക്സ്റ്റ് സ്കെയിൽ ഈസ് സെമാൻറ്റിക് സ്കെയിൽസ്. അപ്പോൾ ലിക്കേർട്ട് സ്കെയിൽ കഴിഞ്ഞു, അടുത്തതാണ് സെമാൻറ്റിക് സ്കെയിൽ. നമ്മൾ റേറ്റിംഗ് സ്കെയിലുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡിക്കോട്ടോമിസ് ആയിരുന്നു, സെക്കൻഡ് വൺ കാറ്റഗറി, ദെൻ തേർഡ് വൺ ഇസ് ലിക്കേർട്ട് സ്കെയിൽ ആൻഡ് ഫോർത്ത് വൺ സെമാൻറ്റിക് സ്കെയിൽ. This type of scale makes extensive use of words rather than numbers. ഇവിടെ സെമാൻറ്റിക് സ്കെയിലിൽ സെമാൻറ്റിക് മീൻസ് റിലേറ്റഡ് വിത്ത് വേർഡ്സ് ആണ്. അപ്പം സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂവിനേക്കാൾ ഉപരി കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? വേർഡ്സ് തന്നെയാണ്. സീരീസ് ഓഫ് ആറ്റിറ്റ്യൂഡണൽ സ്കെയിൽസ് ആണ്. റെസ്പോണ്ടൻസ് ഡിസ്ക്രൈബ് ദി ഫീലിംഗ്സ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ്സ് ഓഫ് സ്കെയിൽസ് വിത്ത് സെമാൻറ്റിക്സ് ലേബിൾസ്. അവിടെയും ഒപ്പീനിയൻ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത് സെമാൻറ്റിക് ലേബിൾ, സെമാൻറ്റിക് വേർഡ്സ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. വെൻ ബൈപോളാർ adjectives are used at the end points of the scale, these are termed semantic differential scale. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബൈപോളാർ ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്നുകൂടി പറയുന്നുണ്ട്.
ദെൻ ഇത് രണ്ടും നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഇതാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. അപ്പോൾ ഇവിടെ സെമാൻറ്റിക് സ്കെയിലിൽ ഗുഡ്, എക്സ്ട്രീംലി, ക്വയറ്റ്, സ്ലൈറ്റ്ലി, നെയ്തർ, സ്ലൈറ്റ്ലി, ദെൻ ബാഡ്, എക്സ്ട്രീംലി ബാഡ്. ഇതിപ്പോൾ നമുക്ക് ലിക്കേർഡ് സ്കെയിലാണെങ്കിൽ 5 വരുള്ളൂ, പക്ഷേ ഇവിടെ സെമാൻറ്റിക് സ്കെയിലൊക്കെ മോർ ദാൻ 5 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് ഗുഡ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഗുഡ്, ക്വയറ്റ് ഗുഡ്. ഇത് ഇവിടെ വരെ എന്താണ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തോട്ടാണ് നമ്മൾ നെഗറ്റീവ് വാല്യൂ, നെഗറ്റീവ് സെൻസിലേക്ക് പറയുന്നത്. അപ്പം സ്ലൈറ്റ്ലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ് സെയിം തന്നെയാണ്, സ്ലൈറ്റ്ലി ആൻഡ് ക്വയറ്റ്. ഹിയർ ഇറ്റ് ഈസ് ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ്? ക്വയറ്റ് ഗുഡ് എന്നാണ്, സ്ലൈറ്റ്ലി ഗുഡ് എന്നാണ്. ദെൻ ഇങ്ങോട്ട് വരുമ്പോഴോ സ്ലൈറ്റ്ലി ബാഡ്, ക്വയറ്റ് ബാഡ്, ദെൻ എക്സ്ട്രീംലി ബാഡ്, ഇവിടെ എക്സ്ട്രീംലി ഗുഡ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിലാണ് പറയുന്നതാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. അപ്പോൾ ഇവിടെ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബൈപോളാർ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ്, അൺഇമ്പോർട്ടൻറ്റ്, എക്സ്പെൻസീവ്, അൺഎക്സ്പെൻസീവ്, അതായത് ഒരു വാക്കിൻ്റെ രണ്ട് എക്സ്ട്രിമിറ്റീസ് ആണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. അങ്ങനെ അല്ലെങ്കിൽ എന്താണ്? അത് സാധാരണ സെമാൻറ്റിക് സ്കെയിലാണ്. നെക്സ്റ്റ് we can see what are the steps involved in semantic skills. First one is identify the attributes on which organization are to be judged by the respondents. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എന്ത് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഫോം ചെയ്യേണ്ടത്, എന്ത് വേർഡ്സ് ആണ് ഫോം ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുന്നു. എന്തിൻ്റെ ബേസിസിൽ? റെസ്പോണ്ടൻസിനോട് നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് എന്നതിൻ്റെ ബേസിസിൽ. ദെൻ സെക്കൻഡ് വൺ, ഡിസൈഡ് ഓൺ ദ നമ്പർ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസസ് ആൻഡ് ഡിഫൈൻ ദം. പിന്നെ അതിനുശേഷം നമ്മൾ എത്ര ഫ്രേസസ് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ഡിസൈൻ എ ക്വസ്റ്റനെയർ കണ്ടെയ്നിങ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. അതിനുശേഷമാണ് ക്വസ്റ്റനെയറിലേക്ക് പോകുന്നത്. ഈ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ക്വസ്റ്റനെയർ ആർ ഗിവൺ ടു ദ റെസ്പോണ്ടൻസ് ടു സീക്ക് ദെയർ ആൻസേഴ്സ്. അവരുടെ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റനെയർ റെസ്പോണ്ടൻസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ദെൻ സം ദ ജഡ്ജ്മെൻറ്റ് സ്കോർസ്. ആ സെമാൻറ്റിക് സ്കെയിലിൽ അവരെങ്ങനെയാണ് ജഡ്ജ് ചെയ്തേക്കുന്നതെന്നുള്ള സ്കോർ നമ്മൾ സമ്മപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ പ്ലോട്ട് ദ ആവറേജ് സ്കോർ ഓഫ് ഈച്ച് ആട്രിബ്യൂട്ട് ഓൺ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. അതിനുശേഷം ഓരോ ആട്രിബ്യൂട്ടിനും എത്ര ആണ് സ്കെയിലിൽ കിട്ടിയിരിക്കുന്നത്, എത്രയാണ് സ്കെയിലിംഗ് വന്നേക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലി ഒരു വാല്യൂയിലേക്ക് എത്തുന്നത്. So these are the steps involved in semantic differential scale.